ഹായ് ഫ്രണ്ട്സ്. ഇത് ഞാൻ എഴുതി കാണിക്കില്ല. ഞാൻ ഉത്തരങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ വേഗം വേഗം ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 5 സബ്സെക്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് കാലിക്കട്ട് ആൻഡ് അമേരിക്ക ആർ അറേഞ്ച്ഡ് ഇൻ ഓൾ പോസിബിൾ വേസ്. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ദിസ് അറേഞ്ച്മെന്റ് ഈസ്. അപ്പോൾ നമുക്ക് റേഷ്യോ ഓഫ് അറേഞ്ച്മെന്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആദ്യം എത്ര വേസിൽ കാലിക്കട്ട് എന്ന് പറയുന്ന വേർഡ് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കാലിക്കട്ട് എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. സോ 8 ഫാക്ടോറിയൽ വേസിൽ 8 ഫാക്ടോറിയൽ വേസ് എന്ന് പറയുമ്പോൾ 40320. പക്ഷേ ഇതിൽ 2 ടി ഉണ്ട്, 2 എ ഉണ്ട്, 2 സി ഉണ്ട്. സോ ഇത് മൂന്നും റിപ്പീറ്റിംഗ് ആണ്. സോ അങ്ങനെ റിപ്പീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് വേർഡ്സ് ആണ് സി എ ആൻഡ് ടി. സോ ഓരോ ലെറ്ററിന് ടു ആയിട്ട് കണക്കാക്കുക. അതായത് ഓരോ ലെറ്റർ രണ്ട് വട്ടം ഉണ്ട്. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 40320. അതായത് 40,320 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5014. ഇനി ഇതേമാതിരി തന്നെ കാലിക്കട്ട് എന്ന് പറയുന്ന വേർഡ് കാലിക്കട്ട് കണ്ടുപിടിച്ചാൽ മതി. അമേരിക്ക എന്ന് പറയുന്ന വേർഡിൽ ദ ടോട്ടൽ കോമ്പിനേഷൻ 7 ലെറ്റേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 7 ഫാക്ടോറിയൽ ബേസിൽ. സോ 5014 കിട്ടും. ബട്ട് ഇതിലും എ എന്ന് പറയുന്ന ലെറ്റർ റിപ്പീറ്റിംഗ് ആണ്. എ മാത്രമേ റിപ്പീറ്റിംഗ് ഉള്ളൂ, വേറെ ഒരു വേർഡും ഇതിൽ റിപ്പീറ്റിംഗിലില്ല. സോ 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 2520, that is 2520. സോ നമുക്ക് അപ്പോൾ മനസ്സിലായി 2:1 ആണ്. കാരണം 2520 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 5040, ദാറ്റ് ഈസ് ഈക്വൽ 2:1 എന്നുള്ള റേഷ്യോ ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വേസ് ഓഫ് സെലക്ടിങ് 4 ലെറ്റേഴ്സ് ഫ്രം ദ വേർഡ് എക്സാമിനേഷൻ. എക്സാമിനേഷൻ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് 4 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്നാണ് ചോദിക്കുന്നത്. സോ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആദ്യം എത്ര ഒരേപോലത്തെ, അതായത് 2N 2A, പിന്നെ ഏതാ ഈ 2 ഉണ്ടോ? ഇല്ല. എച്ച് ഇല്ല. എ 2 ഉണ്ട്. എം ഇല്ല. സോ N ഉണ്ട്, എ ഉണ്ട്, ഓക്കെ ഐ ഉണ്ട്. സോ അങ്ങനെ 3 ലെറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എ എന്നുള്ളതിനെ ഒരു വേർഡാക്കി ഒന്നാക്കി എടുക്കുക. ഐ എൻ ഇ എച്ച് എം ടി ഒ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുക. സോ ടോട്ടൽ ഇതിൽ നിന്ന് ഈ ഇത്രയും ലെറ്റേഴ്സിൽ നിന്ന് 4 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യണം. അപ്പൊ 2 അലൈക്ക് ലെറ്റേഴ്സ് ആർ സെലക്ടിങ്. അതായത് അലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ. ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ 4 ലെറ്റേഴ്സ് ആയി. ഓക്കെ. സോ ഇത് 3 ടോട്ടൽ 3. സോ 3C2 ഈ ഇതിൽ നിന്ന് 2 എടുക്കുകയാണെങ്കിൽ 3 രീതിയിൽ എടുക്കാം. പിന്നെ 2 അലൈക്ക് ആൻഡ് 2 ഡിസ്ലൈക്ക് ലെറ്റേഴ്സ് ആർ സെലക്ടിങ്. 2 അലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ തന്നെ 2 എടുത്തു. സോ 3C1. അപ്പൊ 2 ലെറ്റർ എടുത്തു. ഇനി ബാക്കി നമ്മൾ എടുക്കാനുള്ളത് 4 ലെറ്ററാണ് എടുക്കാനുള്ളത്. അതിൽ 2 ലെറ്റർ എടുത്തു. ഇനി ഒരു 2 ലെറ്റർ കൂടി എടുക്കാനുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. 1 2 3 4 5 6 7. അപ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 അലൈക്ക് ആയിട്ടുള്ള നമ്പേഴ്സ് എ എന്ന് എടുത്തു. പിന്നെ ഡിസ്ലൈക്ക് ആയിട്ടുള്ള EH എന്ന് എടുക്കുക. അപ്പോൾ 7 വേസിൽ നിന്ന് 2 എടുക്കുക. സോ 3C1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 7C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 21. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 63 വേസിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എടുക്കാം. അല്ല 4ഉം ഡിസ്ലൈക്ക് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് എടുക്കണമെങ്കിൽ 8C4 1 2 3 4 5 6 7 8. ഇതിൽ നിന്ന് ഇതെന്താ കണക്കൂട്ടണേന്ന് ചോദിക്കും. പക്ഷെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോണ്ണം എടുക്കുള്ളൂ. ഓൺലി 1 എ എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് 2 എ എന്നുള്ളതിൽ നിന്ന് 1 എടുക്കുക, 2 ഐ എന്നുള്ളതിൽ 1 എടുക്കുക, 2 എൻ എന്നുള്ള 1 എടുക്കുക. സോ അതിനെ ഒക്കെ കൂടിയാണ്. ഇതിപ്പോ EHMTOAIN
അപ്പോൾ ടോട്ടൽ എത്ര വേർഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. So that is equal to 8C4, that is equal to 70. So total ways എത്രയാണ്? 3 plus 63 plus 70, that is equal to 136 ways. 136 വേസിൽ നമുക്ക് ഇതിൽ നിന്ന് 4 ലെറ്റേഴ്സ് എടുക്കാം. ഫസ്റ്റ് വൺ അലൈക്ക് ആയതുകൊണ്ടാണ് നമ്മൾ 3 എടുത്തത്. ഇതിൽ നമ്മൾ 7 എന്തുകൊണ്ടാണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. കാരണം ഒന്ന് ഇപ്പൊ n 2 ഉള്ളതാണ് എടുത്തത്, അപ്പൊ 2 എടുത്തു. ബാക്കി എത്ര ഉണ്ട്? അപ്പോൾ മനസ്സിലായി. അപ്പൊ 7 ബാക്കിയില്ലേ? സോ അതാണ് 7C2 എടുത്തത്. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ല, തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ ഓഫ് ഡിഫറെന്റ് വേർഡ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് 12 consonants and 5 vowels by taking 4 consonants and 3 vowels. So total 12 consonants ഉണ്ട്, അതിൽ നിന്ന് 4 എണ്ണം എടുക്കാം. So 12C4, that is equal to 495. Vowels can be chosen from 5 vowels ഉണ്ട്, അതിൽ നിന്ന് 3 എണ്ണം എടുക്കാം. So 5C3, that is equal to 10. So 7 letters can be rearranged. പിന്നെ ഇത് രണ്ടും എടുത്തു. പിന്നെ ടോട്ടൽ അതായത് 4 plus 3 7 ഉണ്ട്. 7 ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കഴിക്കുക. ഇതിപ്പോ ഇങ്ങനൊരു 4 കൺസണന്റും ഇങ്ങനൊരു 3 വവൽസ് ആണ്. അപ്പൊ ഇത് സെലക്ട് ചെയ്യാൻ 5 നിന്ന് 3 സെലക്ട് ചെയ്യാം, 12 നിന്ന് 4 സെലക്ട് ചെയ്തെന്ന് വെച്ചോളൂ. അപ്പൊ ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യാനാണ് 7 ഫാക്ടോറിയൽ എടുത്തത്. സോ 4950 into 7 ഫാക്ടോറിയൽ ആണ് റൈറ്റ് ആൻസർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. 8 പേരുള്ള 8 ഗസ്റ്റുകളെ വിളിച്ചു. അതില് റെക്ടാങ്കിൾ ടേബിളിന്റെ ഇപ്പുറവും ഇപ്പുറമായിട്ട് 4 പേര് ഇരുത്തി. സോ അങ്ങനെയാണ്, അതാണ് ഇരുത്തി. അങ്ങനെയുള്ള സമയത്ത് 3 പേര് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം. ഒരാള് പറഞ്ഞു, 2 പേര് പറഞ്ഞു, ഒരാളല്ല 2 ആള് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം. 2 ആള് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം. സോ 4 പേര് 2 സൈഡിലും ഇരിക്കണുള്ളൂ. ഇവിടെ 3 ആളിരുന്ന, ഇവിടെ 3 ആൾ ഇരിക്കാന്ന് അവർ ഓർപ്പിച്ചു, ഇവിടെ 2 പേര് ഇരിക്കാന്ന് പറഞ്ഞു. സോ പിന്നെ ബാക്കിയുള്ളത് എത്ര പേരുണ്ട്? 4 plus 5 ഉണ്ട്, 6 7 8. ബാക്കി എത്ര? 3 പേരല്ലേ ബാക്കിയുള്ളൂ. 3 ഇവിടെ ഇരുന്നു, 2 ഇവിടെ ഇരുന്നു. 8ൽ നിന്ന് 3 പേര് ഇവിടെ ഇരുന്നു, 2 പേര്. അപ്പൊ സോ 8 minus 5 3 ആണ്. 3 പേര് റിമൈനിങ് ആണ്. സോ ഈ 3 പേരെ ഇരിക്കാനുള്ള രീതിയാണ് നോക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടേക്ക് എഴുതിയപ്പോ ഞാൻ ഇവിടെ 2 എന്ന് എഴുതിട്ടോ, സോറി. ഇവിടെ 2 ആണ് കരുതുക. ഓക്കെ, കറക്റ്റ് ആണല്ലോ അല്ലെ. ഇവിടെ 2 പേര്, ഇവിടെ 3 പേര്. സോ ഇനി ഇവിടെ 4 ആക്കാൻ 2 പേരോടും വേണം. ഇവിടെ 4 ആക്കാൻ, ഇവിടെ 2 പേര് ഓൾറെഡി ഇരിക്കുന്നുണ്ട്, ഇനി ഇവിടെ 2 പേരോട് ഇരിക്കണം. 4 പേരാണല്ലോ ടോട്ടൽ ഇരിക്കാന്ന് പറഞ്ഞിരുന്നത്, ഈ രീതിയിലാണല്ലോ ഇരുത്തണത്. സോ ഇവിടെ 2 ആൾ ഇരിക്കണം. സോ 3 പേരിൽ 2 ആളെ തെരഞ്ഞെടുക്കാം. 3C2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3C2. പിന്നെ ബാക്കി ഒരാളെ ഉണ്ടാവുള്ളൂ. ഈ 3 പേരിൽ 2 പേര് ഇവിടെ ഇരുന്നാൽ പിന്നെ ബാക്കി ഇവിടെ ഉള്ളൂ. കാരണം 3 plus 1 1C1 is equal to 1. So the above 4 triangle are rearranged. അപ്പൊ പിന്നെ ഒരു ഇതുള്ളത്, ഇവിടെ ഇപ്പൊ 4 പേര് ടോട്ടലായി. ഈ 4 പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ആയിട്ടിരിക്കാം, ആയിരിക്കാലോ. 1 2 3 4 അല്ല, ABCD എന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ DACB അങ്ങനെ മാറി മാറി ഇരിക്കാലോ. സോ അതുകൊണ്ടാണ് 4 ഫാക്ടോറിയൽ ഇൻറ്റു ചെയ്യണത്. അപ്പൊ ഇവിടെയും 4 ഫാക്ടോറിയൽ ഇൻറ്റു ചെയ്യണം, ഇവിടെയും 4 ഫാക്ടോറിയൽ ഇൻറ്റു ചെയ്യണം. സോ 3C2 into 1C1 into 4 factorial into 4 factorial. 3 into 24 into 24. That is equal to 1728. 1728 വേസിൽ നമുക്ക് ഇതിൽ ഇവരെ ഇരുത്താൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെയ്ൻസ് 6 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് വിച്ച് യു ഹാവ് ആൾട്ടർനേറ്റീവ് ഉണ്ട്. അതിന് ഓരോ ക്വസ്റ്റിനും ആൾട്ടർനേറ്റീവും ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് വേസ് ആൻ എക്സാമിൻ ക്യാൻ ആൻസർ വൺ ഓർ മോർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ എക്സാമിന് അറ്റൻഡ് ചെയ്യാനുള്ള രീതി എങ്ങനെയാണ് വരുന്നത്. സോ 6C1 ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ളത്, 6 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ.
ഇൻറ്റു അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഉണ്ടെന്ന് പറഞ്ഞത്. സോ ഒരു ക്വസ്റ്റ്യന് 2 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ആയിട്ട് 1ഉം 2ഉം ഉണ്ട്. അതാണ് ചോദ്യം. അപ്പോൾ അതുപോലെ എ ബി സി ഡി അങ്ങനെ 6 ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻസുകളും ഉണ്ട്. 1 2 ബി 2 സി 1 ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുള്ള രീതിയിലാണ്. സോ ഒരു ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യനിൽ എ ബി സി ഡി ഇ എഫ് എന്നുള്ള എഫ് എണ്ണത്തിൽ എ സെലക്ട് ചെയ്യുക, എ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെടുക്കുകയാണെങ്കിൽ ഇൻറ്റു അതിന് 2 ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും ഇൻറ്റു 2. സോ അതേപോലെ തന്നെ 6C2 2 ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അതിന് 4 ആൾട്ടർനേറ്റീവ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇൻറ്റു 2^2 4 വയസ്സിൽ പ്ലസ് 6C3 3 എടുക്കുകയാണെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവായിട്ട് 2^3 ഉണ്ടാവും. സോ അതുപോലെ 6C4 2^4 പ്ലസ് 6C5 അങ്ങനെ 6C3 ഇൻറ്റു 2^6 വരെ എഴുതുക. സോ ഇതിന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ഇൻറ്റു 2 പ്ലസ് 15 ഇൻറ്റു 4 പ്ലസ് 20 ഇൻറ്റു 8 15 ഇൻറ്റു 16 പ്ലസ് 6 ഇൻറ്റു 32 പ്ലസ് 1 ഇൻറ്റു 64. സോ അങ്ങനെയാകുമ്പോൾ 12 പ്ലസ് 60 പ്ലസ് 160 പ്ലസ് 240 പ്ലസ് 192 പ്ലസ് 64 ദാറ്റ് ഈസ് ഈക്വൽ ടു 728. സോ 5th ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വി ക്യാൻ ലുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 6th ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 51C31 ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് ചോദ്യം. സോ ഞാനിതിൽ എഴുതിയിട്ടുണ്ട് ആദ്യം തന്നെ 51C20 ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്, അടിയത്തെ R പ്ലസ് R ഈസ് ഈക്വൽ ടു N ആണെങ്കിൽ മാത്രമേ അത് ഈക്വൽ ആവുള്ളൂ എന്നുണ്ട്. സോ 31 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 51. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ. ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അപൂർണ എന്ന് പറയുന്ന വേർഡ് റീഅറേഞ്ച് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, വവൽസും കൺസണൻസും ആൾട്ടർനേറ്റീവായിട്ടായിരിക്കും വരിക എന്ന്. സോ ഈ ക്വസ്റ്റ്യനിൽ വവൽസ് എത്ര ഉണ്ട് നോക്കുക. 1 2 and 3 3 വവൽസുകളാണുള്ളത്. 3 വവൽസും ഇപ്പോൾ ഈ ഒരു കേസിന് ഞാൻ പറയണേ. ആദ്യം ഫസ്റ്റ് കേസ് പറയാം. ഫസ്റ്റ് കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഇങ്ങനെയാണ് ഓർഡർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ വവല്, സെക്കൻഡ് പ്ലേസിൽ കൺസണൻറ്റ്, പിന്നെ വവല് കൺസണൻറ്റ് വവല് കൺസണൻറ്റ്. അങ്ങനെയാണ് ഓർഡർ ചെയ്യണമെങ്കിൽ 3 ഫാക്ടോറിയൽ. സോ വവൽസ് എത്ര ഉണ്ട് നോക്കാം. 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2, കാരണം 2 ഉണ്ട്, 2 A ഉണ്ടല്ലോ. സോ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഇൻറ്റു 3 ഫാക്ടോറിയൽ ഈ 3 കോൺസണൻസ് 1 2 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്നാവും. ഇനിയിപ്പോൾ സെക്കൻഡ് ഈ കേസ് കൂടി നോക്കണം. അതായത് ഇങ്ങനെയും ചെയ്യാമല്ലോ അവർക്ക് വേണമെങ്കിൽ. ഇപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ കൺസണൻറ്റ്, സെക്കൻഡ് പ്ലേസിൽ വവൽസ്, പിന്നെ കൺസണൻറ്റ്, പിന്നെ വവല് പിന്നെ വവല്, പിന്നെ കൺസണൻറ്റ്, പിന്നെ വവല്, അങ്ങനെ ഓർഡർ ചെയ്യണം. സോ ആദ്യം കൺസണൻറ്റ് ഇതിലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വവല് പിന്നെ കൺസണൻറ്റ്. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം കൺസണൻറ്റ് പിന്നെ വവല്, അങ്ങനെയാണ്. സോ അതിൻ്റെ രണ്ടിൻ്റെ ഓർഡർ ഇങ്ങനെയും ചെയ്യാം. സോ അതുകൊണ്ട് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. സോ 2 രീതിയിലും ചെയ്യണതുകൊണ്ട് 18 പ്ലസ് 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 36. ഇനി അടുത്ത 8th ക്വസ്റ്റ്യനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് എന്ന് പറയുന്ന വേർഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ദ ലെറ്റർ വേർഡ് കൊമേഴ്സ്. സോ കൊമേഴ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. സോ 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. 8 ഫാക്ടോറിയൽ. പിന്നെ കോമൺ ആയിട്ട്, അതായത് 2 ആയിട്ട് വരുന്നത് M 2 ഉണ്ട്, E 2 ഉണ്ട്, C 2 ഉണ്ട്. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 നമ്പർ റിപ്പീറ്റിംഗ് നമ്പർ ഡിവൈഡ് ചെയ്യണം കേട്ടോ. എപ്പോഴും എങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ, ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ 2 ആയിട്ടാണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വട്ടാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. സോ 5040. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന ഓപ്ഷനിൽ
8 ഫാക്ടോറിയൽ, പിന്നെ ബി 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2. പിന്നെ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനാണ് 7 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ ചെയ്താലും 5040 ആണ് വരിക ഉത്തരം. പക്ഷേ ആൻസർ ഇതായിട്ട് നോക്കണ സമയത്ത് ഇത് കറക്റ്റാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബട്ട് 7 ഫാക്ടോറിയൽ ചെയ്താലും 5040 ആണ് ഉത്തരം കിട്ടുക. സോ രണ്ടും കറക്റ്റാണ്. ഇനി അടുത്ത 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരാൾ 6 ക്വസ്റ്റ്യനിൽ അറ്റൻഡ് ചെയ്യണം. സോ ഈ 12 ക്വസ്റ്റ്യനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. 6 ക്വസ്റ്റ്യൻ ഒരു ഗ്രൂപ്പിനും 6 ക്വസ്റ്റ്യൻ അടുത്ത ഗ്രൂപ്പിനും. സെക്ഷൻ എ, സെക്ഷൻ ബിയിൽ 6ഉം സെക്ഷൻ ബിയിൽ 6ഉം. സോ പിന്നെ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ നിന്ന് 4ന് മുകളിൽ അറ്റൻഡ് ചെയ്യാനും പാടില്ല. 5ഉം 6ഉം അറ്റൻഡ് ചെയ്യാൻ പാടില്ല. 4 ക്വസ്റ്റ്യൻസ്, അതായത് ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ്. സോ ഡിവൈഡഡ് ഇൻറ്റു 2 ഗ്രൂപ്പ്. സോ ഈ ക്യാൻ ആൻസർ ഇൻ ദീസ് വേസ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എടുത്തു. സെക്ഷൻ എയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എഴുതി. സെക്ഷൻ ബിയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ എഴുതി. സോ സെക്ഷൻ എയിൽ 6 ആണ്. 6C2 6 ക്വസ്റ്റ്യൻസ് ആണ്. സോ 2 എഴുതി. അടുത്ത സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് 4 എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 225 വയസ്സിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു സെക്ഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ എഴുതി. സോ 6C3. അടുത്തതും 6C3. കാരണം ടോട്ടൽ 6 വരണമല്ലോ. 2 + 4 6, 3 + 3 6. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 400. പിന്നെ ചെയ്തത് ഇതിൽ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ 4 2 ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് 4 എഴുതി. ഇതിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് 4 എടുത്തത്. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് 4 എടുത്തു. സെക്കൻഡ് ഗ്രൂപ്പിൽ 2 എടുത്തു. സോ അതും 225. സോ ടോട്ടൽ വേസ് എന്ന് പറയുമ്പോൾ 225 + 400 + 225 ദാറ്റ് ഈസ് ഈക്വൽ ടു 850 വേസ്. സോ ആൻസർ ഈസ് സെക്ഷൻ ബി. 10th ക്വസ്റ്റ്യനിൽ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 8 മാച്ചസ് ഉണ്ട്. അതിൽ 6 കറക്റ്റ് ആവാനുള്ള രീതിയാണ് ചോദിക്കുന്നത്. പിന്നെ 3 ഔട്ട്കംസും ഉണ്ടെന്നാണ് പറയണത്. സോ ആദ്യം ഈ 8 6 ഏതൊക്കെ 6 കറക്റ്റ് ആവുക, അതായത് എത്ര രീതിയിൽ നമുക്ക് 6 സെലക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. 8C6 = 28 എന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 തെറ്റായിരിക്കുമല്ലോ. കാരണം 8 6 കറക്റ്റായി, ബാക്കിയുള്ളത് 2 തെറ്റ്. സോ 2 ആർ ലെഫ്റ്റ്. പിന്നെ ഈ ഔട്ട്കംസിൽ 1 ശരിയാവുള്ളൂ. ബാക്കി നമുക്ക് 2 ഔട്ട്കമ്മുകൾ തെറ്റുണ്ടാവും. കാരണം ഇപ്പോൾ ഡ്രോ എന്നുള്ളതാണ് ശരിയെങ്കിൽ ലോസും വിന്നും തെറ്റാണ്. ഔട്ട്കമ്മിൽ നമ്മൾ ഔട്ട്കമ്മായിട്ടാണല്ലോ നോക്കണേ. സോ അത് രണ്ടും തെറ്റാണെങ്കിൽ 2 രീതിയുണ്ട്. സോ ഇൻറ്റു 2 2 രീതിയിൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ 2 × 2 4. സോ ടോട്ടൽ എത്ര വേസിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 28 ഇൻറ്റു ഈ 28 സെലക്ട് ചെയ്ത് എത്ര എണ്ണം 6 സെലക്ട് ചെയ്തില്ല. 6 സെലക്ട് ചെയ്ത് ഇൻറ്റു 2 ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ 112 എന്നുള്ളതായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ. 11th ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നെക്ലസ് ഈസ് ഇൻ എ കാൽക്കുലേറ്റർ. നെക്ലസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നെക്ലസ് ബേസ് ചെയ്ത് അത് സർക്കുലർ പെർമ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല 1/2 × n-1 ഫാക്ടോറിയൽ എന്നാണ്. സോ ഇതിലെത്ര ഇതുണ്ടാണെന്ന് പറഞ്ഞേക്കുന്നത് 7. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 8 ഡിഫറെൻറ്റ് ബീഡ്സ് is to be stuck on a necklace. 8 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 7 എഴുതിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ 1/2 × 8 - 1 ഫാക്ടോറിയൽ. സോ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2520. സോ ദ ഓപ്ഷൻ ഈസ് ബി. ഇനി അടുത്ത 12th ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഫാക്ടറൈസ് ചെയ്യുക, അതായത് ഫാക്ടറായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 756 × 100 എന്ന് ചെയ്യാം. ഡയറക്റ്റായിട്ട് നമുക്ക് 756 × 100 ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ ഫാക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് വരിക. 7 × 180 × 100, 7 × 4 × 27. സോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് വരുന്ന സമയത്ത് 7 × 2⁴ + 3
3 + 5^2 എന്നുള്ളത് വാല്യൂ കിട്ടും. പിന്നെ നമ്മളൊരു ഇതായിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ, കുറച്ചുകൂടി ചെറിയ ഏജിലൊക്കെ. a⁻x + b⁻y + c⁻z ഇൻറ്റു ആണ് d⁻w. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ x + 1 ഇൻറ്റു y + 1 ഇൻറ്റു z + 1 ഇൻറ്റു w + 1 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദ പവർ ഓഫ് ദ പ്രൈം ഫാക്ടർ, ഇത് എങ്ങനെയാണെങ്കിൽ മാത്രം ഈ ABCD പ്രൈം ഫാക്ടേഴ്സ് ആണെങ്കിൽ മാത്രം, പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ വേറൊരു നമ്പറായിട്ട് ഡിവൈസ് 1 ഒഴിച്ച് ബാക്കിയുള്ള ഒന്നിനും ഇതാവില്ല. 2ഉം 5ഉം 3ഉം ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസ് 1 × 1 + 4 1 + 4 + 1 + 3 ഇൻറ്റു 1 + 2 ഇൻറ്റു 1 + 1. ഇതിൽ 1 ഉണ്ട് കേട്ടോ, ഇവിടെ 7^1 എന്നാണ് അർത്ഥം. സോ 4 + 1 5 ഇൻറ്റു, ഞാനിവിടെ 1 ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്, 1 + 3 = 4 ഇൻറ്റു 1 + 2 = 3 ഇൻറ്റു 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത് നോക്കാം. 13th ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് 4 ലെറ്റേഴ്സ് നമ്പർ ഉണ്ടാക്കണം. സോ ഇതിനെ ഒന്നായിട്ട് കണക്കൂട്ട് ചെയ്യുക, കാരണം 2 ഒന്നുണ്ട്, സോ ഇറ്റ്സ് മസ്റ്റ് ബി 1. ഇത് 2 2 ഉണ്ട്, സോ ഇറ്റ്സ് മസ്റ്റ് ബി 1. അതായത് ഒന്നായിട്ടേ കണക്കൂട്ടാൻ പാടുള്ളൂ. 1 2 3 4 അങ്ങനെ 4 ലെറ്റേഴ്സാണ് നമുക്കുള്ളത്. 2 ഒരേപോലത്തെ ആയതുകൊണ്ടാണ് നമ്മളത് ഒന്നായിട്ട്. സോ ഈ 4 ഫാക്ടോറിയലും, അതായത് 1 2 3 4, സോ അങ്ങനെ 4 ഫാക്ടോറിയൽ വൈസ് 4 1 2 അങ്ങനെ മാറ്റാമല്ലോ. സോ 4 ലെറ്റർ വേർഡാണ് ഉണ്ടാക്കാൻ പറയുക. 4 ഡിജിറ്റ് നമ്പർ ഫോംഡ് ഫ്രം ദിസ് ഡിജിറ്റ് എന്നാണ്. സോ 4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 24. ഇനി അല്ല, കേസ് 2, ദ നമ്പർ വിത്ത് 1 പെയർ ഓഫ് ഐഡൻറ്റിറ്റിക്കൽ ഡിജിറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ചെയ്ത ക്വസ്റ്റ്യനും അതിൽ തന്നെയാണ്. ഇപ്പോൾ ഈ 2 ഗ്രൂപ്പാണ് എടുത്തത്, 1ഉം 2ഉം എടുത്തെങ്കിൽ 2C1. 1 പെയർ ഓഫ് ഐഡൻറ്റിറ്റിക്കൽ ഡിജിറ്റ് 2C1. പിന്നെ നമ്പർ വിത്ത് 2 ഡിജിറ്റ് ദാറ്റ് ഡോണ്ട് റിപ്പീറ്റ് ആയിട്ടുള്ള വേർഡ്സ്. സോ 2 3 4 എടുക്കാം, 1 3 2 അങ്ങനെ, പിന്നെ 4 അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3C2. 3 ഇതിൽ നിന്ന് 2 എടുക്കുക. സോ 3 വേസ് എടുക്കാം. പിന്നെ നോക്കേണ്ടത്, നമുക്ക് ടോട്ടലാണല്ലോ നോക്കേണ്ടത്. സോ 4 ഫാക്ടോറിയൽ, നമ്മൾ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈ 2. കാരണം 1 പെയറാണ്, ഒരൊറ്റ പെയർ എടുക്കണമല്ലോ, ഈ ഒരു പെയർ എടുക്കണമല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2, അതായത് 2 2 3 4 എന്നാണ് എടുക്കണമെങ്കിൽ ഇത് 2 ഈക്വലാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതുകൊണ്ടാണ് നമ്മളിവിടെ 2 എടുത്തത്. ഓക്കെ, സോ 72. ഇനി അതല്ല, 2 പേരാണ് എടുക്കണമെങ്കിൽ 3 എന്ന് പറയണത്, 1 1 2 2 അങ്ങനെയാണ് എടുക്കണമെങ്കിൽ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും റിപ്പീറ്റിംഗ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വേസ്. സോ 24 + 72 + 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 202 വേസിൽ നമുക്കിത് ചെയ്യാം. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ക്വസ്റ്റ്യനില്ല. സോ ദാറ്റ് ഈസ് സെക്ഷൻ എന്നാ പറയുന്നത്, ഡി ആണ്. ഇത് നൺ ഓഫ് ദിസ് ആണ് 13th വൺ. ഇനി 14th വൺ. 14th ഒരു ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിലുള്ളത് 1 രൂപ 2 രൂപ 5 രൂപ 10 രൂപ അങ്ങനെയുള്ള നോട്ടുകളാണ്. സോ ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കേസിലാണെങ്കിൽ ഇപ്പോൾ ഈ 4 നോട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 2 1 രൂപയും കൊടുത്തു, 2 രൂപയും കൊടുത്തു, 5 രൂപയും കൊടുത്തു, 10 രൂപയും കൊടുത്തു. ഇത് മുഴുവൻ കൊടുക്കുകയാണെങ്കിൽ ഉള്ള വേസാണ് 4C1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വേ.
നമ്മൾ ഇത് മുഴുവൻ കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ടോട്ടലല്ല നോക്കേണ്ടത്. ബട്ട് 4C1 എത്ര വേസിൽ നോക്കി. ഈ 4 നോട്ടും കൊടുക്കുകയാണെങ്കിൽ എത്ര വേസിൽ കൊടുക്കാം. ഈ 4C3 ഇതിൽ നിന്ന് 3 എണ്ണേ കൊടുക്കണുള്ളൂ. അതായത് ഇപ്പോൾ 3 എണ്ണം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2, 5, 10 കൊടുക്കാം. അങ്ങനെ 3 എണ്ണം വീതം ചെയ്യുകയാണെങ്കിൽ 4C3 ദാറ്റ് ഈസ് ഇക്വൽ ടു 4 വേസിൽ. ഇനി അയാൾ അതിന് പകരം ആ നോട്ടിൽ നിന്ന് 2 എണ്ണേ കൊടുക്കണുള്ളൂ എങ്കിൽ ഇപ്പോൾ 1, 2, 5, 10, 5, 2, 5, 1 അതിന് ബാക്കിയുള്ളതൊക്കെ 4C2 ദാറ്റ് ഈസ് ഇക്വൽ ടു 6 വേസിൽ അയാൾക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി വേറെ വേസിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. 6 വേസിലാണല്ലോ ഉള്ളൂ. 1, 2, 3, 4, 5, 6. സോ 6 വേസ്. ഇത് 4 വേസിൽ, ഇത് ഒറ്റ വെയിൽ വിത്ത് എനി വൺ ഓഫ് ദം നോട്ട്. ഓരോ നോട്ടായിട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ അയാൾ വന്ന് ഡൊണേഷൻ കൊടുത്തപ്പോൾ ആദ്യം 1 രൂപ കൊടുത്തു. പിന്നെ 1 രൂപയോ വേണമെങ്കിൽ 1 രൂപ കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ 2 രൂപയോ കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ 5 രൂപ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ 10 രൂപയുടെ നോട്ട് തന്നെയാണ് കൊടുക്കാം. സോ 4 വേസിൽ അയാൾക്ക് ഒറ്റ നോട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. സോ 4. സോ ഈ 4 + 6 + 4 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വേസിൽ ആൾക്കത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത് 15th ക്വസ്റ്റ്യൻ. ടോട്ടൽ 9 തിങ്സ് ഉണ്ട്. അതിനെ ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് എന്നാണ്. സോ ചൂസിങ് 2 തിങ്സ് ഔട്ട് ഓഫ് 9 തിങ്സ്. ഇപ്പോൾ ഈ 9 തിങ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ എത്ര വയസ്സിലാണ് വേണ്ടത്. 2 വയസ്സും 2, 3, 4 അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 9 ഗ്രൂപ്പിൽ നിന്ന് 2 എണ്ണം എടുക്കാം. സോ ദാറ്റ് 9C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 36. ഇനി 9 നിന്ന് 2 എണ്ണം എടുത്തു കഴിഞ്ഞു. അപ്പം ബാക്കി 7 എണ്ണേ ഉള്ളൂ. 7C3 7ൽ നിന്ന് 3 എണ്ണം എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 35. അപ്പോൾ 7ൽ നിന്ന് 3 എണ്ണം കുറച്ച് കഴിഞ്ഞാൽ 4 എണ്ണേ ഉള്ളൂ ബാക്കി. അപ്പോൾ 4 എണ്ണം 4 രീതിയിലെടുത്തു, 4 പേരെയും എടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ടോട്ടൽ എത്ര പൈസ ടോട്ടൽ എത്ര 36 × 35 × 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 6, 0 വയസ്സിലാണ് ഇതെടുക്കാൻ പറ്റുക. സോ 16th ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കണ ഒരു ഫോർമുലയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n-1 PR + R × n-1 PR - 1 ഈസ് ഈക്വൽ ടു എന്താണ് എന്നാണ്. സോ നമുക്കിത് മറ്റേ n-1ൻ്റെ n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-1 - R × ഫാക്ടോറിയൽ ഇൻറ്റു R എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി പോവാം. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഇതായിട്ട് പറയണം, നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് ചെയ്തുകൂടെ. അതായത് ഞാനിപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ n-നെ 5 ആയിട്ട് കണക്കൂട്ടുക, R-നെ ഒരു 3 ആയിട്ട് കണക്കൂട്ടുക. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ തന്നെ ഒരു പ്രോപ്പർട്ടി നമുക്ക് സോൾവ് ആണോ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൂടി തന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. കാരണം ഓപ്ഷൻസ് തരുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ചെയ്ത് നോക്കിയാൽ മതി. സോ 4P3 n-1 5 - 1 4 R 3 തന്നെ R എടുത്തു. ഇനി പ്ലസ് R ഇൻറ്റു എന്നാണ്. സോ 3 × n-1 5 - 1 4 R - 1 2. ഓക്കെ. സോ 4P3 എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 36, കാരണം 3 × 4P2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസാണ്. ഫസ്റ്റ് ഓപ്ഷൻ NCR, പിന്നെ NCR ഒന്ന് വലുതാക്കി എഴുതിയതാണ്, പിന്നെ NPR എന്ന് തന്നിട്ടുണ്ട്. സോ NCR വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു 10 എന്നാണ് കിട്ടുക. കാരണം ഇപ്പോൾ NCR എന്ന് പറഞ്ഞാൽ 5C3 ഈസ് ഈക്വൽ ടു 10 ആണ്. മറ്റേന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R × n-R ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫോർമുല NCRൻ്റെ ഫോർമുല തന്നെയാണ്. സോ അതും 10 തന്നെയാണ്. പിന്നെ തന്നേക്കണത് NPR ആണ്. NPR എന്ന് പറഞ്ഞാൽ 5P3 ആണോ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-5 - 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
5 into 4 into 3. 5 4s are 20. 20 into 30 60. സോ NPR ഈക്വൽ ആണ്, നമ്മുടെ തന്നേക്കുന്ന പ്രോബ്ലം ഈക്വൽ ആണ്. സോ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ കണക്കൂട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-1 മൈനസ് ആർ ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എഴുതാം. അതിന് പകരം നമ്മൾ ഡയറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കുക. സമയം അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും ടൈം മാനേജിങ് ചെയ്യാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വേഗം ചെയ്തു പോകുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് 3 ഓപ്ഷൻസോ 4 ഓപ്ഷൻസുകളോ ഉണ്ടാവും. അങ്ങനെ ഓപ്ഷൻസുകളുള്ള സമയത്ത് നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ മതി. എന്തിനാ വെറുതെ സമയം കളയണ്ട, വേഗം ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെയാണ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് 2n ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടേൺ ആസ് എങ്ങനെയൊക്കെ ചെയ്യുക, ഏതൊക്കെ റിട്ടേൺ ചെയ്യാമെന്ന്. അപ്പം ഞാനിതിൽ n 2 ആയിട്ട് കണക്കൂട്ടി. സോ 2n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 2 into 2 4. 4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 24. പിന്നെ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസുകൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ റൈറ്റ് ആൻസർ ആയി. അതെൻ്റെ ഇതല്ല, കാരണം ഞാൻ എല്ലാ ഓപ്ഷൻസുകളും കാണിക്കുകയാണ് എന്നാലും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് 2n into 1 into 3 into 5, ദാറ്റ് ഈസ് ഓഡ് നമ്പറുകൾ മാത്രമേ ഇൻറ്റു ചെയ്യുള്ളൂ. 1 into 3 into 5 into 2n minus 1 into n ഫാക്ടോറിയൽ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ 2 raised to n എന്ന് പറഞ്ഞാൽ 4 into 1 into 3, കാരണം 2 into എന്ന് പറഞ്ഞാൽ 2 into 2 4 minus 1 3 ആണ്. 1 into 3 എന്ന് പറഞ്ഞാൽ 3 into 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n 2 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. സോ 24 ആണ്. അപ്പോൾ ഇതും റൈറ്റ് ആൻസറായി. സോ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമ്മളിതിന് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 4 into 2 into n ഇല്ല, ഇൻഫാക്ട് 2 raised to n into 2 ഫാക്ടോറിയൽ എന്നാണ്. 2 raised to n എന്ന് പറഞ്ഞാൽ 4 into 2 8 ആണ്, തെറ്റി. പിന്നെ ഇതേമാതിരി തന്നെ 1 into 3 വരെ ഉള്ളൂ. 3 into ഒന്നുകൂടി ഉണ്ടോ, ഞാനതിന് ആവശ്യമില്ലാത്തൊരു സാധനം ഇവിടെ കൊണ്ടിട്ട് 3 എന്ന് മാത്രമല്ലേ ഉള്ളൂ. സോ 6 അല്ല 3 അല്ല. സോ ഇത് രണ്ടും അല്ല, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പം ഇനി 18th question. 18th question, the number of even numbers greater than 300 can be formed with the digit 1 2 3 4 5 without repetition. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് 300നും മുകളിൽ. അപ്പോൾ 300ൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ 3 ലെറ്റേഴ്സ് ആവാം, 4 ലെറ്റേഴ്സ് ആവാം, 5 ലെറ്റേഴ്സ് ആവാം. അപ്പോൾ 3 ലെറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ആദ്യം എടുക്കണമെങ്കിൽ 1 2 3. അപ്പോൾ ഈ ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്. ഇവിടെ ഫസ്റ്റ് സെക്കൻഡ്, 1s 10s 100. സോ ലാസ്റ്റിൽ നമുക്ക് 2 ഓപ്ഷൻസിൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ആവണമെങ്കിൽ ഈ ഓപ്ഷൻസിൽ 2ഉം 4ഉം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം 3 ആയി കഴിഞ്ഞാൽ അത് ഓടായി, 5 ആയാലും ഓടായി, 1 ആയാലും ഓടായി. സോ 2 ഓപ്ഷൻസുകളേ ഉള്ളൂ, 2. പിന്നെ ആദ്യം ഫസ്റ്റ്, അതായത് 100th പ്ലേസിൽ നമുക്ക് 300ന് മുകളിലാണ് ചെയ്യേണ്ടത്. സോ 1ഉം 2 എടുത്താൽ 300ന് താഴെയാവും. സോ 3 4 5 3 4 5ഉം എടുക്കാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഇവിടെ 2 എടുത്തു, 4 ഇതിൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. സോ നമുക്ക് വിത്തൗട്ട് റിപ്പീറ്റേഷനോടെയാണ് പറഞ്ഞേക്കണത്. സോ 3ഉം 5ഉം മാത്രമേ നമുക്ക് ഫസ്റ്റ് പ്ലേസിൽ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലൊന്ന് എടുത്തു, ഇതിലൊന്നും എടുത്തു. അപ്പോൾ 5 minus 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 3 ആണ് ബാക്കി ഉണ്ടാവുക. 4 ആണ് ഇവിടെ എടുത്തെങ്കിൽ, പിന്നെ 3ഉം 2ലും 3 ആണ് ഇവിടെ എടുത്തെങ്കിൽ 5ഉം 2ഉം 1ഉം ആ ബാക്കി ഉണ്ടാവും. സോ അതുകൊണ്ട് ഇവിടെ 3 എടുത്തു. സോ 2 into 3 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഇനി അങ്ങനെ അല്ലാതെ ഓരോ ഓപ്ഷൻ കൂടി ഉണ്ട്. ഈ ഫസ്റ്റ് ഡിജിറ്റ് ഈസ് 4. ഇവിടെ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റാണ് 4 എടുത്തത്. പക്ഷേ ഇനിയിപ്പോൾ ഫസ്റ്റ് ഡിജിറ്റാണ് 4 വന്നതെങ്കിൽ, 400 സംതിങ് ആണ് ചോദിച്ചെങ്കിൽ ഇവിടെ 4 എടുത്തു. അപ്പോൾ ഒറ്റ വേയിലുള്ളൂ. കാരണം ഇവിടെ 3ഉം 5ഉം ഓൾറെഡി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, എന്നിട്ടാണ് നമ്മൾ 12 ways എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള 400, അതായത് 300 വെച്ചുള്ളതൊക്കെ നമ്മളിവിടെ നോക്കി, 500 വെച്ചുള്ളത് നോക്കി. നമ്മൾ 400 വേ എന്ന് പറയുന്ന നമ്പറിൽ നോക്കിയിട്ടേ ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വേ ഇവിടെ ഉള്ളത്. 4 ഇവിടെ എടുത്തു. പിന്നെ അവസാനം 1 എടുക്കാൻ പറ്റുള്ളൂ, കാരണം 4ഉം 2ഉം എടുക്കാൻ പറ്റുള്ളൂ. അതിൽ 4 ഓൾറെഡി ഇവിടെ എടുത്തു കഴിഞ്ഞു,
പിന്നെ ബാക്കിയുള്ളത് 2 ആണ്. സോ അതുകൊണ്ട് ഇവിടെ 2 എടുത്തു. അത് ഒറ്റ വേസിൽ ഒറ്റ ലെറ്ററേ ഉള്ളൂ, അതുകൊണ്ട് 1. പിന്നെ ബാക്കിയുള്ള 3 സോ 1 × 3 × 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 3. സോ 3 ലെറ്റേഴ്സിൽ നമുക്ക് 12 + 3 ദാറ്റ് ഈസ് ഇക്വൽ ടു 15 വേസ് ആണ് 3 ലെറ്ററിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് 4 ലെറ്ററും ഉണ്ടാക്കാം, 5 ലെറ്റേഴ്സും ഉണ്ടാക്കാം. സോ 4 ലെറ്ററിൽ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് 2 ഓപ്ഷൻസേ ഉള്ളൂ, 4 ഉം 2. ഓക്കെ, ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ഒന്നേ എടുത്തിട്ടുണ്ടാവുള്ളൂ, ബാക്കിയുള്ള 4 ലെറ്റേഴ്സ് ഉണ്ടാവും. 5 ലെറ്റേഴ്സാണ് ടോട്ടൽ. അതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 ലെറ്റേഴ്സ്. അപ്പോൾ ഞാൻ വേണ്ട ഓർഡർ വെച്ചിട്ട് എഴുതി. എന്നാലും ഇതിൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് ബാക്കിയുള്ള 4 എടുക്കാം, ബാക്കിയുള്ള 4 എടുക്കാം. അപ്പോൾ ഇവിടെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 ഉണ്ടാവുള്ളൂ, പിന്നെ ഇവിടെ 2 ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർഡർ ഏറ്റിട്ട് എഴുതി. എന്നാലും 2 × 3 × 4 × 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 48 വേസ് 4 ലെറ്റർ വേർഡിൽ ഉണ്ടാക്കാം. 5 ലെറ്റേഴ്സ് വേർഡിലാണെങ്കിൽ അവസാനം നമുക്ക് 2 ഓപ്ഷൻസുകളെ അപ്പോഴും ഉള്ളൂ, കാരണം 4ഉം 2ഉം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 2 അത് എപ്പോഴും ഓക്കെയാണ്. പിന്നെ നമുക്കുള്ളത് ഫസ്റ്റ് ഇപ്പോൾ തൗസൻഡ്സ് പ്ലേസിൽ 4 വേസിട്ട് എടുക്കാം, കാരണം ബാക്കിയുള്ള 5 ലെറ്ററിൽ ഒരെണ്ണം ഇവിടെ എടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് 4 ഏതെങ്കിലും ഒന്ന് എടുക്കാം ഇവിടെ. പിന്നെ ഒരെണ്ണം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം എടുത്താൽ പിന്നെ ബാക്കിയുള്ളത് 3 ഉള്ളൂ. അപ്പോൾ 3 ഇവിടെ എടുക്കാം, 3 ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഇവിടെയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 2 ലെറ്റേഴ്സാണ്, അതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ എടുക്കാം. പിന്നെ ബാക്കിയുള്ളത് ഒറ്റ ലെറ്ററേ ഉള്ളൂ, ആ ലെറ്ററും ഇവിടെ എടുക്കാം. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 48 വേസ്. അപ്പോഴും 48 വേസ്. സോ ടോട്ടൽ എത്ര വേസസ് എന്നാണ് ചോദ്യം. സോ 48 + 48 + 15. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 111. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത് 19th ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പമാണ്, കാരണം 5 ലെറ്റേഴ്സിൻ്റെ 5 ലെറ്റർ ബോക്സസും ഉണ്ട്. സോ അത് എത്ര വേസിൽ നമുക്കത് ഇടാമെന്നാണ് ചോദ്യം. സോ 5 × 4 × 3 × 2 × 1 സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 120 വേസിലാണ് നമുക്ക് എടുക്കാൻ പറ്റുക. സോ ഓപ്ഷൻ ബി ആണ് 19th വണ്ണിൻ്റെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത 20th വൺ. 20th വൺ ഒരു ഫോർമുല രീതിയാണ്. NC1 + NC2 + NC3 to NCN ഈസ് ഇക്വൽ ടു എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. N 5 ആയിട്ട് കണക്കൂട്ടുകയാണെങ്കിൽ 5C1 + 5C2 + 5C3 + 5C4 + 5C5 അതുവരെ എടുക്കാൻ പറ്റുള്ളൂ, NCN വരെ 5C5. സോ 5 + 10 + 10 + 5 + 1 ഈസ് ഇക്വൽ ടു 31. പിന്നെ ഉള്ള ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ 2n 2n - 1 2n 2n + 1. അപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കുകയാണ്. പിന്നെ ഓപ്ഷൻ നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 + 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 33 ആയി. ഇറ്റ്സ് നോട്ട് ഈക്വൽ 31 ആണ്. പിന്നെ 32 അല്ല, പിന്നുള്ളത് 32 - 1. അതാണ് ഞാനിവിടെ എഴുതി ആദ്യം തന്നെ അല്ലേ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അപ്പോൾ 32 - 1 ഈസ് ഇക്വൽ ടു 31. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ 20th വൺ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഓപ്ഷൻസ്. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ചോദിക്കാം, ഞാൻ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞുതരാം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ ഫ്രണ്ട്സ്.